നമ്മൾ മാൽദേവത എത്തിയിരിക്കുകയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയത് മാൽദേവതയാണ് കേട്ടോ. ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളി പ്ലേസ് ആണ്. ഡെറാഡൂണിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. പിന്നെയും പോകുമ്പോൾ വെറൈറ്റി സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു പ്ലേസാണ് മാൽദേവത. പേര് പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസും കാര്യങ്ങളും, ഒരു ദേവത തന്നെയാണ് ആ ഒരു ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. ഡെറാഡൂണിൽ അത്യാവശ്യം നല്ല കത്തുന്ന ചൂടുള്ള സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ ആ വെള്ളത്തിൻ്റെ തണുപ്പിൽ നമുക്ക് ആ ചൂട് അറിയേ ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അധികം പേരും ഡെറാഡൂണിനൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വന്നവരാണ്. വീക്കെൻഡിൽ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ. ഒരുപക്ഷെ ഈ ഒരു സ്ഥലമൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ ആൾക്കാരെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ടാവുമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടിപ്പിടിച്ച് വരുന്നത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ പോയ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കുറവായിരിക്കും. ഒരുപക്ഷെ അവരുടെ വീടിൻ്റെ സൈഡിലും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉള്ളപ്പോൾ അവർക്ക് ഇങ്ങനെ തേടി വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അധികം ടൗൺ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് നിൽക്കാറ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുമ്പം തന്നെ ഞാൻ കുറച്ച് പട്ടി ഷോകൾ ഇറക്കാറുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോയ്ക്ക് തീരെ ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം ഇതിലെടുത്ത് ആഡ് ചെയ്തേ ഉള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കളിക്കാത്ത ആൾക്കാർ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്, ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ കേട്ടോ. ഇവിടുത്തെ ഓരോ കല്ലുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പം വെള്ളം കുറവാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ വന്ന സമയത്ത് ഇത്ര വെള്ളമില്ലായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ചുകൂടെ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ അടിപൊളി ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തൂടെ ഈ ലോറിയൊക്കെ ഇങ്ങനെ പോയിട്ട്, അതായത് ഈ കല്ല് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കല്ല് എന്തോ ആവശ്യത്തിന്. സാധാരണ നമ്മൾ ഉത്തരാഖണ്ഡ് ശ്രീനഗർ ഭാഗത്തൊക്കെ വീടിൻ്റെ അടിയിൽ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കല്ലായിട്ട് എടുക്കുന്നത് ഈ ഒരു കല്ലാണ്. അതായത് നമ്മൾ കരിങ്കല്ല് ഇട്ടിട്ട് വീടിൻ്റെ അടിത്തറ കെട്ടുമല്ലോ, അതിന് പകരം ഇവർ ഈ ഒരു ഉരുളങ്കല്ലൊക്കെ വെച്ചിട്ടാണ് വീടുകളുടെ അടിത്തറയൊക്കെ കെട്ടുന്നത്. മേ ബി അതിനായിരിക്കാം ആ കല്ലുകളൊക്കെ അവർ പെറുക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വണ്ടിയൊക്കെ നദിയിലേക്ക് തന്നെ ഇറക്കിയിട്ടായിരുന്നു പാർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒട്ടും മനസ്സില്ലെങ്കിലും വിശന്നപ്പോൾ നമ്മൾക്ക് ആ സ്ഥലത്തിനോട് ബൈ ബൈ പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടാനില്ല. അതുമാത്രമല്ല ഓൺലൈൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും നടക്കില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ മാഗിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഏതെങ്കിലും കഫേ സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു. ഞാൻ എവിടെ പോവുകയാണെങ്കിലും കഫേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തേടി കണ്ടുപിടിച്ചൊരു കഫേയാണ് ഈ ഹൈവ് കഫേ. ഇതിനെക്കുറിച്ചിട്ട് ഈ ഡെറാഡൂൺ പേജസിലൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തതാണ്. സാധാരണ ഹൈപ്പുള്ളിടത്ത് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മളൊരു ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ 2 സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ 2 റൂം സ്റ്റേക്കും പറ്റിയ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണാനായിട്ട് വന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലുതായിട്ട് അങ്ങോട്ട് അന്വേഷിക്കാനൊന്നും പോയില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കഫേയൊക്കെ സെറ്റപ്പ് ചെയ്തെടുത്തത് നല്ല രസമാണ്. ഇവിടെ ഒരു കനാല് പോലത്തെ ഒരു ചെറിയ സംഭവമുണ്ട്. ഇതാണ് നദിയിലത്തെ വെള്ളം തന്നെയാണെന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ വെള്ളത്തിനും. പിന്നെ അവിടെ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ തന്നെയാണ് അവിടെയുള്ള എല്ലാവരുടെയും പരിപാടി. വന്നവരെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഒട്ടും കുറച്ചില്ല, കുറേ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് പേര് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പേര് എഴുതി വെച്ചിട്ട് കുറച്ചുകൂടെ നേരം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നടന്നു. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചെടികൾ, അങ്ങനെയായിട്ട് കുറേ ഫ്ലവേഴ്സ്. പിന്നെ ഉത്തരാഖണ്ഡിൽ പിന്നെ ഫ്ലവേഴ്സ് എല്ലാ കാലത്തും ഉണ്ടാവും. അത് വിൻ്റർ സീസണിലുള്ള ഫ്ലവേഴ്സും ഉണ്ടാവും, സമ്മറിൽ വേറെ ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെറുതെ നമ്മൾ എറിഞ്ഞിട്ടാലും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഡെറാഡൂൺ, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരാഖണ്ഡിൽ മൊത്തം എനിക്ക് തോന്നിയിട്ടുണ്ട്.
നമ്മൾ കുറച്ച് അധിക സമയം എടുത്തിട്ട് അവിടെ കറങ്ങേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു 1 മണിയൊക്കെ ആയിട്ട് എത്തിയിട്ടും 2 മണി ആവുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 1 അവർ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം അവർ പേര് എഴുതാൻ മറന്നുപോയി. വീണ്ടും നമ്മൾ പറഞ്ഞപ്പോഴാണ് അവർ ആ പേര് എഴുതിയത്. അവിടുത്തെ ആ ഒരു സിസ്റ്റം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പേരൊക്കെ അവിടെ പറഞ്ഞ് എഴുതിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. മേ ബി കോൾ ചെയ്ത് പറഞ്ഞാലും മതിയായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു സിസ്റ്റം അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം നമുക്ക് സംഭവം സീറ്റ് അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തും ഫില്ലായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതേ ആളെ കണ്ടില്ലെങ്കിലും അകത്ത് നല്ല ആളുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്തൂരി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതുപോലുള്ള സ്ഥലത്ത് രസം ഉണ്ടാവാറേ ഇല്ല, പക്ഷെ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഋഷിക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പകുതി ഞാനും കുറച്ച് കഴിച്ച് നോക്കി കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ചും കൂടെ സമയത്ത് നിൽക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് വെയിലും പെട്ടെന്ന് മഴയും വരും കേട്ടോ. ഉത്തരാഖണ്ഡിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ്. നമ്മളങ്ങനെ വിചാരിക്കാത്ത സമയത്താണ് മഴയും വെയിലും ഒക്കെ പെട്ടെന്ന് വരിക. അങ്ങനെ നമ്മളൊരു ഹെലികോപ്റ്റർ കണ്ട്, പിന്നെ നോക്കത്താ ദൂരത്തോളം ഒരുപാട് പാടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് നിലം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈമാണ്. ഇല്ലെങ്കിൽ അവിടെയൊക്കെ പച്ചപ്പായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഈ ഒരു സീസണിൽ അധികം കൃഷി ചെയ്യാനായിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി കേട്ടോ. ആ ഒരു സമയത്ത് മഴയുടെ നല്ല ഇതുണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം കല്ലുകൾ മലേൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീഴും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. പിന്നെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.